ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്നത് ഒരു അപ്പാർട്ട്മെന്റ് ആണ്. NRIസിനും അതുപോലെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ വരുമാനം ലഭിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ റോയൽ സിറ്റി എല്ലാവർക്കും അറിയുന്നതാണ്. തൃപ്പൂണിത്തുറയിലെ ഹിൽ പാലസ് വളരെ ഫേമസ് ആണ്. അവിടെ നിന്നും ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന അപ്പാർട്ട്മെന്റിലേക്കുള്ള ദൂരം. നമുക്ക് ഇവിടെ നിന്ന് മെയിൻ റോഡിലേക്ക്, ബസ് റൂട്ടിലേക്ക്, ഷോപ്പുകളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ വെറും വോക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. നമുക്കൊരു 50 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഏകദേശം റോഡ് കാണാം, ഇവിടെ നിന്നുള്ള ഷോപ്പുകൾ കാര്യങ്ങളെല്ലാം കാണാവുന്നതാണ്. അപ്പോൾ ഹിൽ പാലസിന്റെ ഏരിയയൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അവിടെ എല്ലാം തന്നെ സൂപ്പർ മാർക്കറ്റ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാ ഫെസിലിറ്റികളും ഉള്ളതാണ്. അപ്പൊ നമുക്ക് മെയിൻ റോഡിലേക്കൊക്കെ എത്തണമെങ്കിൽ വെറും 50 മീറ്റർ മാത്രമാണ് ഇവിടെ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പൊ ഈ കാണുന്ന അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ഒരു നല്ലൊരു പക്ക റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ്. നമുക്ക് ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ അടുത്തൊക്കെ ആയിട്ട് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണാം. നമ്മൾ ഈ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന വഴിയാണ് ഈ കാണുന്നത്. മെയിൻ റോഡ് കഴിഞ്ഞാൽ, ആ ടാറിട്ട റോഡ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ജസ്റ്റ് 50 മീറ്റർ നടക്കുമ്പോഴേക്കും നമ്മുടെ ഈ അപ്പാർട്ട്മെന്റ് എത്തുകയായി. നമുക്ക് അതിനകത്തേക്കുള്ള സെപ്പറേറ്റ് വഴിയാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ വേറെ വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്ന നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 നിലകളിലായിട്ടാണ് ഈ കാണുന്ന അപ്പാർട്ട്മെന്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നല്ല രീതിയിൽ തന്നെ റെന്റ് കിട്ടുന്ന ഒരു അപ്പാർട്ട്മെന്റ് കൂടിയാണിത്. അപ്പോൾ നമുക്കിത് സെയിലിനായിട്ട് നമ്മൾ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഇതിനകത്ത് താമസിച്ചിരുന്ന ആളുകളെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒഴിപ്പിച്ചതാണ്. നമുക്ക് വീഡിയോ എടുക്കാനുള്ള പർപ്പസിനും ആരെങ്കിലും കാണാനൊക്കെ വരുമ്പോൾ സൗകര്യത്തിനായിട്ട് നമ്മൾ റെന്റ് ഔട്ട് ചെയ്തിരുന്ന ഫാമിലീസിനെയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് വേക്കൻറ്റ് ആക്കിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സൈലന്റ് ഏരിയയിലാണ് ഈ കാണുന്ന അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, കംപ്ലീറ്റ് ആയിട്ട് ഗേറ്റും മതിലും ഒക്കെ ആയിട്ട് നമുക്കൊരു സെപ്പറേറ്റ് കോമ്പൗണ്ടിനകത്ത് തന്നെയാണ് ഈ കാണുന്ന അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത്. 3 നിലകളിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളർ ആയിട്ടുള്ള ഒരു പെയിന്റ് ആണ് മെയിൻ ആയിട്ട് ബേസ് അതിന് ചെയ്തിരിക്കുന്നത്. നേരെ കയറി വരുമ്പോൾ നമുക്ക് കാണാം കുറച്ച് ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കുകളൊക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ട് സ്റ്റൈലിഷ് ആയ രീതിയിൽ തന്നെയാണ് അപ്പാർട്ട്മെന്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിനകത്തേക്ക് കയറുന്ന സമയത്ത് 3 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ 2 വീലേഴ്സ് ഒക്കെ നമുക്ക് അഡീഷണൽ ഉണ്ടെങ്കിൽ കയറ്റി വയ്ക്കാൻ കുറച്ചുകൂടി സ്പേസ് കൂടെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു കാർ പോർഷന്റെ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് കവേർഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്താൽ വെയിൽ, മഴ അങ്ങനെ കൊള്ളുന്ന യാതൊരു പ്രശ്നങ്ങളും ഇല്ല. എല്ലാം കംപ്ലീറ്റ് ആയിട്ട് റൂഫിംഗ് ചെയ്തിട്ടാണ് ഈ ഒരു അപ്പാർട്ട്മെന്റ് ചെയ്തിട്ടുള്ളത്. മതിൽ ഗേറ്റ് ഒക്കെ നിങ്ങൾ കണ്ടു. ഗേറ്റിന്റെ 2 സൈഡും നമുക്ക് കംപ്ലീറ്റ് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കാറുകളൊക്കെ ഈസി ആയിട്ട് നേരെ കൊണ്ടുവന്ന് ഡ്രൈവ് ചെയ്ത് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഗേറ്റും അതെല്ലാം തന്നെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മെയിൻ ഈ കാണുന്ന ഒരു പോർഷനിലേക്ക് നമുക്കൊരു വാഹനത്തിൽ പാർക്ക് ചെയ്യാം, 2 കാറുകൾക്ക് വേറെയും ചെയ്യാം. 2 വീലറുകൾക്കാണെങ്കിലും വേറെ പാർക്ക് ചെയ്യാനുള്ള എക്സ്ട്രാ സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ 2 സൈഡിലൂടെയും നമുക്ക് ആളുകൾക്ക് നല്ല രീതിയിൽ കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. യാതൊരു കൺജൻഷനും കൂടാതെ 2 സൈഡിലൂടെയും ആളുകൾക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് കടന്നു പോകാം. ഈ ഒരു കാർ പോർഷന്റെ ഏരിയാസ് കംപ്ലീറ്റ് ആയിട്ട് ടൈൽ ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ബാക്ക് സൈഡിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് തന്നെ ടൈൽ വിരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതെല്ലാം നമുക്ക് ഇവിടുത്തെ വേസ്റ്റ് എല്ലാം തന്നെ മാനേജ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫുഡ് വേസ്റ്റുകളെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വേസ്റ്റ് എല്ലാം ഇതിനകത്തിട്ട് മാനേജ് ചെയ്യാവുന്ന, കമ്പോസ്റ്റ് ആക്കാവുന്ന രീതിയിലുള്ള ഫെസിലിറ്റീസ് ഇവിടെ ധാരാളമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ഇങ്ങോട്ട് ബാക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പേപ്പർ വേസ്റ്റും കാര്യങ്ങളൊക്കെ എന്താണെങ്കിലും ഒരു ഫാമിലിയിൽ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകും. നമുക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ, പേപ്പർ വേസ്റ്റ് ഒക്കെ കത്തിക്കണമെങ്കിൽ അതിനും ഒരു ഫെസിലിറ്റി ചെയ്തിട്ടുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് നോർമലി നമുക്കറിയാം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അവർ വന്നിട്ട് എല്ലായിടത്തും നിന്നും ഇപ്പം കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഈ ബാക്ക് സൈഡിലൊക്കെ വരുമ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇത്രയും ഫാമിലീസിന്, 3-4 ഫാമിലീസിന് താമസിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണെങ്കിൽ പോലും ഒട്ടും കൺജസ്റ്റഡ് അല്ല. നമുക്ക് ബാക്കിലേക്കൊക്കെ നല്ല സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു വലിയ ആഴത്തിലുള്ള ഒരു കിണർ നമുക്ക് കാണാം. നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം ഈ ഒരു സമയത്ത് ഇപ്പം നമുക്കറിയാം വെള്ളം ഏറ്റവും കുറയുന്ന ടൈമാണ് ഈ ഒരു മാർച്ച്, ഏപ്രിൽ എന്ന് പറയുന്നത്. ഈ ടൈമിലും നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം ഏകദേശം ഒരു 6 റിങ്ങുകൾ മാത്രമാണ് എം ടി ആയിട്ടുള്ളത്. ബാക്കി എല്ലാം തന്നെ നല്ല രീതിയിൽ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. അത് നമുക്ക് ഇതിന്റെ താഴേക്ക് കാണാമെന്ന രീതിയിലാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അപ്പൊ നല്ല ക്ലിയർ ആയിട്ടുള്ള, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടർ കൂടിയാണ്
ഈ കിണറിനകത്തുള്ളത്. അപ്പൊ ഇത്രയും ഫാമിലീസിന് അത് യൂട്ടിലൈസ് ചെയ്യാവുന്ന രീതിയിലുള്ള വാട്ടർ നമുക്ക് കിട്ടുന്ന ഒരു കിണർ കൂടിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ നിന്നിട്ട് ഈ ഒരു ബാക്ക് സൈഡിലേക്കുള്ള ഭാഗമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് അവരത് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ ഏകദേശം ഒരു 5 വർഷം മാത്രമാണ് ഈ ഒരു ബിൽഡിങ്ങിന്റെ പഴക്കം വരുന്നത്. 5 വർഷം മാത്രമായിട്ടുള്ളൂ ഈ ഒരു ബിൽഡിംഗ് പണിതിട്ട്. ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ചുറ്റിനുള്ള ഏരിയയിലെല്ലാം തന്നെ നിറച്ച് വീടുകളൊക്കെ ഉള്ള ഏരിയ തന്നെയാണ്. അപ്പോൾ ആളുകളൊക്കെ താമസിക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ കാണുന്ന അപ്പാർട്ട്മെന്റും സ്ഥിതി ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മളുടെ ഈ അപ്പാർട്ട്മെന്റിന്റെ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അതിന്റെ സിറ്റ് ഔട്ട് ഏരിയയിലാണ് നിൽക്കുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാം, സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിലും ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കവേർഡ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ടും കാർപോർച്ചും ഒക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത്. നമ്മൾ നേരെ കയറി വരുന്ന സമയത്ത് ഈ സിറ്റ് ഔട്ടിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് 2 ഡോറുകൾ കാണാം. ഈ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ കടക്കുന്നതിനുള്ള മെയിൻ 2 ഡോറുകളാണ്. ഇത് രണ്ടും തന്നെ ടീക്ക് വുഡ്, തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡോറാണ്. നമുക്കത് പിടിക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു എന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഡോർ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്കൊക്കെ കയറി പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് മുകളിലേക്ക് പോകാം. ഈ ഒരു ഡോർ തുറക്കുമ്പോൾ നമുക്ക് ഇവിടെ സ്റ്റെയർ കേസ് കാണാം. നമ്മൾ മുകളിലത്തെ നിലയിലുള്ള അപ്പാർട്ട്മെന്റുകളിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റെയർ വഴിയാണ് പോകാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് താഴെ ചെയ്തിരിക്കുന്ന ഇപ്പൊ എല്ലാം നമ്മൾ ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ആവുന്നതുകൊണ്ട് നമുക്ക് എല്ലാ അപ്പാർട്ട്മെന്റുകളും ഓരോന്നായിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്കും ബോറിംഗ് ആണ്, വീഡിയോയുടെ ലെങ്ത്തും കൂടും. നമുക്കതുകൊണ്ട് ജസ്റ്റ് ഒരു അപ്പാർട്ട്മെന്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ ഒരു മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് കം ഡൈനിങ് ഏരിയയിലേക്കാണ്. അപ്പൊ ഈ ഒരു സ്പേസ് ആണ് നമുക്ക് ഇവിടുത്തെ ലിവിംഗ് കം ഡൈനിങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇതൊരു 2 BHK അപ്പാർട്ട്മെന്റ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു അപ്പാർട്ട്മെന്റിന്റെ ഒക്കെ ആസിറ്റീസ് കണ്ടീഷൻ എങ്ങനെയാണോ, ഇതിനകത്തുള്ള ഫാൻ ലൈറ്റുകൾ, ഈ ഒരു ഫിറ്റിംഗ്സ് എല്ലാം തന്നെ അടക്കമാണ് നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ ഈ പറയുന്ന അപ്പാർട്ട്മെന്റ് വരുന്നത് 4550 സ്ക്വയർ ഫീറ്റിലാണ് ടോട്ടൽ ഈ കാണുന്ന 3 നിലയുള്ള ബിൽഡിംഗ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് വരുന്നത് 2 ബെഡ്റൂമിന്റെ 3 അപ്പാർട്ട്മെന്റുകളാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു ബെഡ്റൂമിന്റെ 2 അപ്പാർട്ട്മെന്റുകൾ വരുന്നുണ്ട്. അതുകൂടാതെ ഒരു എക്സ്ട്രാ റൂം നമുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയും നമുക്ക് ബാച്ചിലേഴ്സിനൊക്കെ താമസിക്കാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ കംപ്ലീറ്റ് അറ്റാച്ച്ഡ് ആയിട്ടാണ് ആ ഒരു റൂം അവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ കയറി വരുമ്പോൾ ലിവിംഗ് കം ഡൈനിങ് ഏരിയ കണ്ടു. ഇവിടെ എല്ലാം തന്നെ എയർ സർക്കുലേഷനൊക്കെ വേണ്ടിയിട്ട് ധാരാളം വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടൈൽ നിങ്ങൾക്ക് കാണാം, ആ ഒരു ചെറിയ ചെറിയ ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ 2 ബെഡ്റൂമുകളാണ് കാണാൻ പറ്റുന്നത്. ഈ ഭാഗത്തായിട്ടും ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ലിവിംഗ് സ്പേസിന്റെ ആ ഒരു ഭാഗത്തായിട്ടും ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ബെഡ്റൂമുകളൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയായിരിക്കും കാണാനായിട്ട്. നമുക്ക് ഈ ഒരു ബെഡ്റൂം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെയായിട്ടാണ് സെറയുടെ ഒരു വാഷ് ബേസിൻ അവർ കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമുകളുടെ ഡോറുകളൊക്കെ അത്യാവശ്യം നല്ലൊരു പാറ്റേണിലുള്ള ഡോറുകളൊക്കെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു ബെഡ്റൂം നിങ്ങൾക്ക് കാണാം. ഇതുപോലെ സെയിം തന്നെയാണ് അടുത്തൊരു ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് മുകളിലത്തെ ഫ്ലോറുകളൊക്കെ കാണുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ട് കാണിച്ചു തരാം. അത്യാവശ്യം നമുക്ക് സ്പേഷ്യസ് ആയിട്ടാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇതുപോലെ സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിൽ ഡബിൾ പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള ഗ്രില്ലൊക്കെ ഇട്ടിട്ടാണ് ഇവിടുത്തെ വിൻഡോസ് അവർ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് നമുക്കല്ലാത്ത രീതിയിൽ ഓപ്പൺ ചെയ്യാവുന്ന വിൻഡോസുമാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ റൂമുകളിലും ഫാൻ ഫെസിലിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 ബെഡ്റൂമുകളുള്ളത് 2ഉം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ലൈറ്റ് പിങ്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള ഷെയ്ഡ് വരുന്ന തരത്തിലുള്ള ഒരു ടൈലാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് റെന്റ് ഔട്ട് ചെയ്തിരുന്ന അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ പോലും വളരെ നീറ്റ് ആയിട്ട് മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം ചെയ്തതുകൊണ്ട് ഈ ഒരു 5 വർഷം ഉപയോഗിച്ചിരുന്നതാണെന്നുള്ളത് നമുക്ക് യാതൊരു തരത്തിലും തോന്നുന്നില്ല. ബിക്കോസ് അത്ര നല്ല നീറ്റ് ആയിട്ടാണ് ഇതിനകത്ത് എല്ലാം തന്നെ സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് റെന്റ് ഔട്ട് ചെയ്തിരുന്നവരെ മാറ്റി ഇതിനകത്തുള്ള ഫെസിലിറ്റീസ് എല്ലാം തന്നെ ഒന്നും കൂടി നമ്മൾ റീഅറേഞ്ച് ചെയ്ത് നല്ല രീതിയിൽ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് റെഡി ആയിട്ടാണ്, സെയിലിന് റെഡി ആയിട്ടാണ് ഈ കാണുന്ന അപ്പാർട്ട്മെന്റ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പൊ നേരെ പോകുന്നത് ഇവിടുത്തെ കിച്ചൺ ഭാഗത്തേക്കാണ്. കിച്ചണിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ ടൈലിന് ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് കിച്ചൺ ഒക്കെ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറുള്ള ഡിസൈനോട് കൂടിയ ടൈലൊക്കെയാണ് ചുറ്റിനും ഇട്ടിരിക്കുന്നത്. ഇതിനകത്താണെങ്കിൽ ഓൾറെഡി ഒരു എയർ ഫാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 2 സൈഡിലായിട്ട് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഓപ്പണിങ്സ് വരുന്നത്. അതുകൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ആ ഒരു ഏരിയയും ഫ്രിഡ്ജ് വെക്കാനും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ താഴെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കബോർഡുകളായിട്ട് കവർ ചെയ്യാം. അതുപോലെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കിച്ചണിലുള്ള ആക്സസറീസ് ഒക്കെ വെക്കാനായിട്ട് ഷെൽഫ് ഫെസിലിറ്റി കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്.
അപ്പൊ നല്ല രീതിയിൽ തന്നെ മെയിൻ്റനൻസ് ഒക്കെ കഴിഞ്ഞിട്ട് നല്ല ഭംഗിയായിട്ട് പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു അപ്പാർട്ട്മെന്റ് ഇപ്പോൾ സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് മുകളിലുള്ള ബാക്കിയുള്ള അപ്പാർട്ട്മെന്റുകൾ ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ മുകളിലേക്ക് വരുന്ന സമയത്ത് സ്റ്റെയർ കേസ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബാറുകൾ ഇട്ട് തന്നെയാണ് നല്ല സേഫ് ആക്കി കവർ ചെയ്ത് വന്നിരിക്കുന്നത്. നമ്മൾ കടന്നു വന്ന വഴികളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് വിൻഡോസ് നമുക്ക് എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് അപ്പാർട്ട്മെന്റുകളും ഫ്ലാറ്റുകളും നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാം അവിടെ എല്ലാം വെളിച്ചം ഭയങ്കര കുറവായിരിക്കും. അതിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ ഒരു വീഡിയോയുടെ ക്ലാരിറ്റി കാണുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരുപാട് എയർ സർക്കുലേഷൻ, എയർ പാസ് ചെയ്ത് പോകാനായിട്ട് ഒരുപാട് ഓപ്പണിങ്സ് ആണ് മെയിൻ കാണുന്ന ഏരിയകളിലെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ശരിക്കും നമുക്കൊരു താമസിക്കുന്ന സ്ഥലത്ത് എപ്പോഴും വേണ്ടത് നല്ല രീതിയിൽ തന്നെ കാറ്റും വെളിച്ചവും കടക്കുക എന്നുള്ളതാണ്. അത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടാണ് ഈ ഒരു അപ്പാർട്ട്മെന്റ് ഇതിന്റെ ബിൽഡർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഗ്രൗണ്ടിൽ നിന്നും ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ഇവിടെ രണ്ടെണ്ണമാണ് കാണാൻ പറ്റുന്നത്. ഇതൊരു 1 BHK അപ്പാർട്ട്മെന്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു വലിയ ഹാളും ബെഡ്റൂമും എല്ലാം കൂടെ, ഡൈനിങ് സ്പേസ് എല്ലാം കൂടെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അത്യാവശ്യത്തിന് നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ ഒക്കെ കൊടുത്തിട്ടാണ് ഈ കാണുന്ന ഒരു 1 BHK അപ്പാർട്ട്മെന്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ ചെല്ലുമ്പോൾ കാണാം ഒരു ഫാമിലിക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റിയ ഒരു കിച്ചൺ ഫെസിലിറ്റിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് ഈ കാണുന്ന 1 BHK റൂം അവർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ആണെന്നുണ്ടെങ്കിൽ മുകളിലൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരൊറ്റ ഹാളിൽ തന്നെ ബെഡ്റൂം ഫെസിലിറ്റി എല്ലാം കൂടെ ചെയ്തിട്ട് 3 ഫാനുകളാണ് അവർ ചെയ്തിരിക്കുന്നത്. കിച്ചണിലാണെന്നുണ്ടെങ്കിലും എയർ പാസിങ്ങിന് വേണ്ടിയിട്ട് അവർ എയർ ഫാൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് കാണാം ഡൈനിങ് ആ ഒരു സെപ്പറേറ്റ് ആയിട്ട് വാഷിംഗ് ഇതെല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു അപ്പാർട്ട്മെന്റ് അവർ ചെയ്തിരിക്കുന്നത്. ആ ഒരു 1 BHK അപ്പാർട്ട്മെന്റ് കഴിഞ്ഞിട്ട് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 2 BHKയുടെ മറ്റൊരു അപ്പാർട്ട്മെന്റ് ആണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് കം ഡൈനിങ് ഏരിയ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് എല്ലായിടത്തും കാണാം, വീഡിയോയിൽ ഓൾറെഡി വിസിബിൾ ആണ്. ഇതിന് ചുറ്റിനും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് നമ്മൾ കയറി വരുന്ന എൻട്രൻസ് ഈ ഒരു ഭാഗത്താണ്. മെയിൻ ഡോർ നിങ്ങൾക്ക് കാണാം മോസ്കിറ്റോ നെറ്റൊക്കെ ഇട്ട് വളരെ സേഫ് ആയിട്ട് തന്നെയാണ് ഇതിന്റെ ഡോറ് കാര്യങ്ങളൊക്കെ അവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ കാണാം ഡൈനിങ് സ്പേസിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷിംഗ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ജെറയുടെ ആ ഒരു വാഷ് ബേസിൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ 3 ഓപ്പണിങ്സ് കാണാം. ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്, ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യത്തിന് ഡബിൾ കോട്ട് കട്ടിലൊക്കെ ഇടാം. അതുകൂടാതെ ഈ ഭാഗത്താണ് ഓപ്പണിങ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ കാണുന്ന ബെഡ്റൂം അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങി നേരെ വരുന്നത് ഈ ഒരു ഡൈനിങ് സ്പേസിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ ഇവിടെ ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നേരത്തെ കണ്ടതുപോലെ തന്നെ ഉള്ള ബെഡ്റൂമാണ്. ആ ഒരു സെയിം സൈസ് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ വെളിച്ചം നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെയും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ കാണുന്ന ബെഡ്റൂം അവർ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 2 BHK അപ്പാർട്ട്മെന്റ് ആണ്. ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് കിച്ചൺ ഫെസിലിറ്റി ചെയ്തിരിക്കുന്നത്. നമ്മൾ താഴെ കണ്ടതുപോലുള്ള ആ ഒരു സെയിം കിച്ചൺ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. സറൗണ്ടിങ്സ് ഒക്കെ വന്നിട്ട് ആ ഒരു വൈറ്റ് കളറിലുള്ള പ്രൊജക്ഷൻ പോലെ തോന്നിക്കുന്ന ഡിസൈനുള്ള ഒരു ടൈലാണ്, ഡിസൈനോട് കൂടിയ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ധാരാളം എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ഓപ്പണിങ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രിഡ്ജ് അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഈ ഒരു ഭാഗത്തായിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഷെൽഫ് ഫെസിലിറ്റി, നമുക്ക് കിച്ചണിലേക്കുള്ള സാധനങ്ങൾ സൂക്ഷിക്കാനായിട്ട് ഈ ഭാഗത്തായിട്ടാണ് ചെറിയൊരു ഷെൽഫ് ഫെസിലിറ്റിയും കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു ഫ്ലോറിലുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ മുകളിൽ എങ്ങനെയാണെന്നുള്ളത് കൂടി നോക്കാം. നമ്മൾ 3rd ഫ്ലോറിലേക്ക് പോകുന്ന സമയത്താണെങ്കിൽ നമുക്ക് കാണാം കോമൺ ഏരിയാസ് ഒക്കെ സെയിം അതേപോലെ തന്നെ നല്ല ഓപ്പണിങ്സ് ഒക്കെ കൊടുത്തിട്ട് എയർ സർക്കുലേഷനോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എത്തുന്ന സമയത്ത് നമ്മളിപ്പം താഴെ കണ്ടതുപോലെ തന്നെ നമുക്കൊരു 1 BHKയും അതുപോലെ തന്നെ ഒരു 2 BHKയുടെ അപ്പാർട്ട്മെന്റുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ ഞാൻ എടുത്തു പറയുകയാണ്, വീണ്ടും നല്ലൊരു എയർ സർക്കുലേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ വെളിച്ചം അകത്തേക്ക് കടന്നു വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ ഒരു 2 ബെഡ്റൂമിന്റെ അപ്പാർട്ട്മെന്റ് ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടോളൂ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, ബിക്കോസ് നിങ്ങൾക്ക് വീഡിയോ ലെങ്തി ആവുമ്പോൾ ബോറിംഗ് ആണ്. നമ്മൾ താഴെ കണ്ട സെയിം ഫെസിലിറ്റികൾ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഈ ഒരു 2 BHKയുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് നമ്മൾ ഇറങ്ങി നേരെ വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് 1 ബെഡ്റൂമിന്റെ അപ്പാർട്ട്മെന്റ് ആണ്. കുറച്ചു മുമ്പ് നമ്മൾ കണ്ട ആ സെയിം തന്നെ ഫെസിലിറ്റീസ് ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്.
നമ്മൾ സ്റ്റെപ്പ് കയറി ഇതിന്റെ ഏറ്റവും മുകളിലത്തെ റൂഫുള്ള ഏരിയയിലാണ് എത്തിയിരിക്കുന്നത്. ആക്ച്വലി ഇവിടുത്തെ ടെറസ് ആണിത് എങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ റൂഫിംഗ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കിത് ഞാൻ ഓൾറെഡി പറഞ്ഞു, നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് നമ്മൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഈ റൂഫിംഗ് ചെയ്ത ഒരു ഏരിയ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഒരു റൂം ആക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു ഫാമിലി അല്ലെങ്കിൽ ബാച്ചിലേഴ്സിനെ ഒക്കെ താമസിപ്പിക്കാനായിട്ട് നല്ലൊരു ഫെസിലിറ്റി ആയിട്ട് നമുക്കിത് മാറ്റിയെടുക്കാവുന്നതാണ്. ഇത് ഏകദേശം ഹാഫോളം തന്നെ കവർ ചെയ്ത് മുകളിൽ റൂഫിംഗും ചെയ്തിട്ടുണ്ട്. നമുക്ക് സൈഡ് മാത്രമേ ഇനി ഒന്ന് ജസ്റ്റ് കെട്ടിയെടുക്കേണ്ട, കോൺക്രീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ. അതുകൂടാതെ ഈ ഒരു ടെറസിൽ നമുക്ക് 2 കോമൺ ബാത്റൂം ഫെസിലിറ്റി കൂടി അവർ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രസന്റിൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഒരു ഫാമിലിയിൽ ഇവിടെ താമസിക്കുന്ന ഒരു ഫാമിലിക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ, ചെറിയൊരു ഫാമിലി ഗെറ്റ് ടുഗദർ ഒക്കെ നടത്തണമെങ്കിൽ നമുക്ക് ആ ഒരു ഫംഗ്ഷൻ ഒക്കെ നടത്താനായിട്ട് നല്ല ഏരിയ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ബാത്റൂം ഫെസിലിറ്റി നമുക്ക് 2 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ഏറ്റവും താഴെ നമ്മൾ ഗ്രൗണ്ടിൽ നിങ്ങൾ കണ്ടിരുന്നു ഒരു ഫാമിലിക്ക് താമസിക്കാനുള്ള 2 ബെഡ്റൂമോട് കൂടി ഇത് കണ്ടിരുന്നു. അതിന്റെ താഴെ നമുക്ക് ഒരു റൂമും കൂടി അവർ ചെയ്തിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട്. അപ്പൊ നമുക്ക് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു ഫാമിലിയോ അല്ലെങ്കിൽ ഇപ്പൊ ലേഡീസ് മാത്രം ഒരാൾക്ക് താമസിക്കണമെങ്കിൽ 2 പേർക്കൊക്കെ താമസിക്കണമെങ്കിൽ ആ ഒരു ഫെസിലിറ്റി കൂടി നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇതിന്റെ ടെറസിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് കാണാം മുകളിലേക്ക് ഒരു സ്റ്റെയർ കേസ് പോകുന്നുണ്ട്. അത്രയും ഭാഗം അവർ ജസ്റ്റ് ഓപ്പൺ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അതുകൂടാതെ ഇതിന്റെ ആ ഒരു കോർണർ ഭാഗത്തു കൂടി ഞാൻ പറഞ്ഞതുപോലെ നമുക്കൊരു ഫംഗ്ഷൻ ഒക്കെ നടത്തുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ചെറിയൊരു വാഷ് ബേസിൻ കൂടി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ ടെറസിൽ നിന്നിട്ട് താഴേക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ നിന്ന് നമുക്ക് ആ റോഡ് വിസിബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് അത് എനിക്കിത് കറക്റ്റ് ആയിട്ട് ഈ ഏരിയ അറിയാവുന്നതുകൊണ്ട് പറഞ്ഞു തരാൻ കഴിയും. നിങ്ങൾക്ക് ക്യാമറയിൽ എത്രമാത്രം വിസിബിൾ ആണെന്ന് അറിയില്ല. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു 50 മീറ്റർ മാറിക്കഴിഞ്ഞാൽ മെയിൻ റോഡാണ്. നമുക്കത് ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നത് കാണാം. അതുപോലെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാം. അപ്പൊ നമുക്ക് റോഡിലേക്ക് എത്തിപ്പെടാൻ എളുപ്പമാണ്. ഹിൽ പാലസിലേക്ക് വരും 1.5 കിലോമീറ്ററേ ഉള്ളൂ. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ സൗകര്യപ്രദമായ ഒരു സ്ഥലത്താണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയ ഒരു അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം കൂടുതലും നമുക്ക് NRIs ഒക്കെ വിളിച്ച് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. പുറത്തുള്ളവരൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് നാട്ടിൽ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണം, അതുപോലെ തന്നെ നമുക്ക് വരുമാനം ലഭിക്കുന്ന ഒരു എന്തെങ്കിലും നമ്മുടെ അടുത്ത് ഉണ്ടോ, മാർബിൾ ഹോംസിൽ ഉണ്ടോ എന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. നമ്മൾ വഴി ഇതിനു മുമ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പേർക്ക് ഇതുപോലെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിനായിട്ടുള്ള ബിൽഡിങ്ങുകൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് ഉള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഒരു ഫെസിലിറ്റി കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ ഹിൽ പാലസിന് 1.5 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലേക്കാണ്. മെയിൻ റോഡിലേക്ക് ഇവിടെ നിന്ന് വെറും 50 മീറ്റർ മാത്രമാണ് ഉള്ളത്. നമുക്കൊരു 3 ഫാമിലീസിന് കംഫർട്ടായിട്ട് താമസിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു അപ്പാർട്ട്മെന്റ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 5 വർഷം മാത്രമാണ് ഇതിന്റെ പഴക്കം വരുന്നത്. ഇതിനകത്ത് ഓൾറെഡി നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം 80,000 ആണ്. 80,000 രൂപ നമുക്ക് ഇതിൽ നിന്ന് മന്ത്ലി ഇൻകം കിട്ടിക്കൊണ്ടിരുന്ന ഒരു അപ്പാർട്ട്മെന്റ് ആണ്. ഇപ്പൊ നമുക്കിത് ഏകദേശം സെയിൽ ചെയ്യേണ്ട ആവശ്യം വന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്ന ആൾക്കാരെ വേക്കന്റ് ആക്കിയിട്ട് നമ്മളിത് ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നമുക്കിത് ഏകദേശം പറഞ്ഞിരുന്നത് ഇത് സ്ഥിതി ചെയ്യുന്നത് 4550 സ്ക്വയർ ഫീറ്റിലാണ് ടോട്ടലായിട്ട് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. 4550 ആണ് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. നമുക്കിതിൽ 2 BHKയുടെ 3 അപ്പാർട്ട്മെന്റുകളാണ് വരുന്നത്. അതുപോലെ ഒരു 1 BHKയുടെ 2 അപ്പാർട്ട്മെന്റുകൾ വരുന്നുണ്ട്. അതുകൂടാതെ താഴെ നമുക്ക് സിംഗിൾ ആയിട്ട് ഒരാൾക്ക് താമസിക്കണമെങ്കിൽ ആ ഒരു ഫെസിലിറ്റിയും അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. റൂഫിൽ വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെയും നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരുപാട് ഫെസിലിറ്റി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ അതും കൂടെ നമുക്ക് കൺവേർട്ട് ചെയ്ത് റൂമുകളാക്കി എടുക്കാൻ പറ്റുവാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എക്സ്ട്രാ വരുമാനം ലഭിക്കുന്നതാണ്. അപ്പം ഓൾറെഡി പ്രസന്റ്ലി ഇതിന്റെ ഓണർ ഏൺ ചെയ്തുകൊണ്ടിരുന്ന ഇൻകം ആണ് ഞാൻ 80,000 എന്ന് പറഞ്ഞത്. നമുക്ക് അത് ഓരോ വർഷവും നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഈ സെയിം ഇൻകം അല്ല നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ഇയർ ചെല്ലും തോറും നമുക്ക് റെന്റ് കൂട്ടുന്നത് പോലെ തന്നെ നമുക്ക് ഇതിന്റെയും റെന്റ് കാര്യങ്ങളെല്ലാം കൂട്ടി നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പം ഇതിന് ഇൻവെസ്റ്റ്മെന്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ ചെലവിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് ഇതിന്റെ പ്രൈസ് മാത്രമാണ്. ഇതിന്റെ ബിൽഡർ ഉദ്ദേശിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1.5 കോടിയാണ്. 1.50 CR ആണ് ഇതിന് ഉദ്ദേശിക്കുന്ന പ്രൈസ്. അത് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. അപ്പൊ ഇതുപോലെ തൃപ്പൂണിത്തുറ പോലുള്ളൊരു സ്ഥലത്ത് ഇത്രയും ഇൻകം ലഭിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റ് തീർച്ചയായിട്ടും NRIസിന് മാത്രമല്ല നാട്ടിൽ ഇതുപോലെ ഒരു ഫെസിലിറ്റി വേണം, നമുക്ക് വരുമാനം ലഭിക്കാനായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. നമുക്ക് ഒരുപാട് ഫാമിലീസ് നമ്മളെ വിളിക്കാറുണ്ട്, റിട്ടയർമെന്റ് ആയവരുണ്ട്, അവർക്ക് കിട്ടിയ പൈസ എന്ത് ചെയ്യണം അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനെയുള്ള ഒരുപാട് പേര് നമ്മളെ വിളിക്കാറുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ അവർക്ക് കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ബാങ്കിൽ കിടക്കുന്ന ആ ഒരു പൈസ എടുത്തിട്ട് തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ് നമ്മൾ ഇന്ന് കാണിച്ചത്.
അപ്പൊ ഞാൻ പറഞ്ഞു 4550 സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ കാണുന്ന 3 നിലകളിലായി ചെയ്തിരിക്കുന്ന അപ്പാർട്ട്മെന്റിന് വെറും 1.5 കോടി മാത്രമാണ് പ്രൈസ് ഉദ്ദേശിക്കുന്നത്. അതും ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. അപ്പൊ ഇത് വാങ്ങിക്കാനായിട്ടും ഒന്ന് കാണാനായിട്ടും ഒക്കെ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. അടുത്തൊരു മനോഹരമായ വീടിന്റെ അല്ലെങ്കിൽ ഇതുപോലുള്ള കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസിന്റെ ഒക്കെ ഡീറ്റെയിലുമായി മാർബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.